എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ? സാർ, ജഡ്ജി സാർ, ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഇയാൾ മാറാട്ടത്തിന് ശിക്ഷ വല്ലതുണ്ടോ? കൊള്ളാം, ശിക്ഷ ഉണ്ടോന്ന്. ഞാൻ സർവീസിൽ ഇരിക്കുമ്പോ ഏതാണ്ട് ഒരു 10 പേരെ ശിക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഒരുത്തനെയെങ്കിലും എന്റെ കയ്യിൽ കിട്ടിയാൽ വധശിക്ഷയ്ക്ക് വരെ ഞാൻ ശുപാർശ ചെയ്യും. എന്തൊരു വഞ്ചനയാണ് ഇയാൾ മാറാട്ടം. അതെ, വലിയ പാപമാണ്. അതിരിക്കട്ടെ, എന്താ മിസ്റ്റർ നായർക്ക് ഇക്കാര്യത്തിൽ ഇത്ര വലിയ താല്പര്യം? അറിയാത്ത കാര്യങ്ങൾ വിവരമുള്ളവരോടല്ല ചോദിച്ചു മനസ്സിലാക്കാൻ പറ്റൂ. തീർച്ചയായും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്നതാണ് നല്ലത്. അതാണ് എന്റെ ആരോഗ്യത്തിന് നല്ലത്. സമയം വളരെയായി. മിസ്റ്റർ നായർ, നമുക്ക് ഉറങ്ങാം. വേണ്ട സാർ, എനിക്കിനി ഉറക്കമില്ലാത്ത രാത്രികളാണ്. അതെന്താ? വ്രതമാണ്. കണ്ണെടുത്തെല്ലാം തെറ്റും. ഗുഡ് നൈറ്റ്. എനിക്ക് വേണ്ട സാർ. ഈ കാലം ഞങ്ങൾക്കുള്ള കയറായിട്ടാണോ വന്നിരിക്കുന്നത്? Hello, sir. Hello. I am Sundaresan Nair from Kalayananda God Farm, Bandra, Bombay. Pin code 400050. My telephone number is 67872. Another number 8767005. My pager number 8. Welcome, sir. Okay. Please come. Okay. Our luggage? It's okay. ഒന്നിച്ചൊരു കുടുംബം പോലെ ഒരു ദിവസം നമ്മൾ ഇവിടെ പിന്നിട്ട് കഴിഞ്ഞു. ഇന്ന് നമുക്ക് പുതിയ 2 അംഗങ്ങളെ പരിചയപ്പെടാം. വെൽക്കം മിസസ് ആൻഡ് മിസ്റ്റർ സുന്ദരേശൻ നായർ. എന്റെ ഭഗവതി, സന്യസിക്കാനൊന്നും പറഞ്ഞു പോയ മനുഷ്യൻ ഇപ്പൊ പെണ്ണും കെട്ടി തിരിച്ചു വന്നിരിക്കുന്നു. ചേട്ടാ, എന്റെ സുന്ദരേശൻ ചേട്ടാ. ചേട്ടാ, ഇത് ചേട്ടാ, ചേട്ടന്റെ പങ്കജ് വല്ലിയാ ഞാൻ. ചേട്ടന്റെ കുസുമ വല്ലിയാ ഞാൻ. എന്റെ ഭഗവതി, എന്റെ ചേട്ടൻ എന്തൊക്കെയായി പറയുന്നത്? മേഡം, അടാവും തോന്നുങ്കോ. അടവോ? നിന്റെ അടവൊന്നും ഇവിടെ എന്താ നിങ്ങളെ പ്രശ്നം? ഇതെന്റെ ഭർത്താവാ? അല്ല, എന്റെ ഭർത്താവാ. ഞാൻ ഇവരുടെ ഭർത്താവാ. ഈ ക്യാമ്പിന് പുറത്ത് നിങ്ങൾ ആരായിരുന്നു എന്നത് ഇവിടെ പ്രശ്നമല്ല. എന്നാൽ ഇവിടെ ആരും ആരുടെയും സ്വന്തമല്ല. എല്ലാവരും ഒന്നാണ്. ഇവിടുത്തെ നിയമങ്ങളെ രീതികളും അനുസരിച്ച് കഴിയാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് തിരിച്ചു പോവാം. അല്ലാത്തവർക്ക് അവരവരുടെ മുറികളിലേക്ക് പോവാം. എന്റെ റൂം ഏതാ? ഇദ്ദേഹത്തെ മുറി കൊണ്ടാക്കും. ചേട്ടാ, എടീ മൂദേവി, നീ ഏതോ ഭാഷയും പറഞ്ഞ് എന്റെ
സാധ്യമല്ല. ആ ഈ കാര്യത്തിലെങ്കിലും നമുക്ക് ഇനി ഒരുമിച്ച് നിൽക്കണം ചേച്ചി. വേണമടി വേണം. ആരും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. അതെ, ജീവിതകാലം മുഴുവൻ ഇതുപോലെ ഇവിടെ ലാവിഷായിട്ട് അങ്ങോട്ട് കൂടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ സംഗതി ലാവിഷ. പക്ഷെ പാവം കോൺസ്റ്റബിൾ രുദ്രംപിള്ള നമുക്ക് വരും ജയിലിൽ കിടന്ന് ഉണ്ട നിന്നിട്ടുണ്ടാവും. കാര്യം എന്തായി? അത് വല്ലവരല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. സുന്ദരി കോത അല്ലേ? എല്ലാം നല്ലൊരു പിടി തന്നെ. എടാ എനിക്കൊരു സംശയം. എന്നെ നമ്മൾ ഇന്നലെ കാറി കെട്ടിയ തള്ളയില്ലേ, അവരെന്തിനാ എപ്പോഴും നീ നോക്കുന്നത്? ഇനി അവർക്ക് നമ്മളെ മനസ്സിലായി കാണോ? മിസ്റ്റർ ദാനിയേൽ, ഒരു കിളിനാഥം അല്ലേ? എന്റെ അമ്മേ, ദേ ഉടക്കത്തള്ള. ഈ വൃത്തിട്ട സ്ത്രീയാണോ? അയ്യോ. ഈ മുഖം, ഈ താടി, ഈ രൂപം തിരിച്ചറിഞ്ഞെന്നാ തോന്നണത്. അങ്ങനെ വന്ന ഞാൻ ഈ കൊരട്ടത്തള്ളയെ തട്ടും. അയ്യോ, അതൊന്നും വേണ്ട. അതിനു മുമ്പ് നമുക്ക് ഈ ഉണക്കത്തള്ളയുടെ കാല് പിടിക്കാം. പിടിച്ചോ. എന്താ ഇത്? എഴുന്നേൽക്കൂ. ആ, എന്റെ പൊന്നു മാർഗരറ്റ് ആന്റി, ഞങ്ങളെ ചതിക്കരുത്. ഇതൊന്നും മനഃപൂർവ്വമായിരുന്നില്ല. എങ്ങനെ തുടങ്ങണമെന്ന് ഞങ്ങൾക്ക് ഞാനും അതേ അവസ്ഥയില. കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നി. പിടിക്കപ്പെട്ടു. തട്ടട്ടെ വരട്ടെ. ആ സത്യം ഇനിയും മറച്ചു വെച്ചാൽ ഞാൻ ചെയ്യുന്ന വലിയൊരു അപരാധമായിരിക്കും. ഇപ്പൊ തട്ടട്ടെ. തട്ടാൻ വരട്ടെ. മരിച്ചുപോയ എന്റെ ഭർത്താവിന്റെ അതേ ചായയാണ് മിസ്റ്റർ ഡാനിയൽ. മിസ്റ്റർ നായർ, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാനും മിസ്റ്റർ ഡാനിയലും തനിച്ചിരുന്ന് അല്പം സംസാരിച്ചോട്ടെ. വരൂ മിസ്റ്റർ ഡാനിയൽ. യെസ്. I have to have some sugar. അയ്യോ, ഒരു മിനിറ്റ്, ഇപ്പൊ തരാം. Wait a minute for 5 minutes. അതെ, അവര് മരിച്ചുപോയ ഭർത്താവിനെ കിട്ടിയ സന്തോഷത്തിലാ. നമുക്കിവിടെ നിക്കണ്ടേ? ഇപ്പൊ ഒന്നും പൊളിക്കാൻ പോണ്ട. പിന്നെ ഒരു ഭാര്യ എന്ന നിലയ്ക്ക് അവരെന്താവശ്യപ്പെട്ടാലും നീ ഒന്ന് വഴങ്ങി കൊടുത്തേക്കടാ. മാർഗരറ്റ്, കൊണ്ടുപോയി എൻജോയ് ചെയ്തോളൂ. കൊണ്ടുപോയിക്കോളൂ. ഞാനിതാ പോണേ. അതെ, ഒന്ന് പറഞ്ഞോട്ടെ. എന്താ? ഇവിടത്തെ രീതികളിൽ എനിക്ക് വലിയ കംപ്ലൈന്റ് ഉണ്ട്. പറയൂ. അതായത് ഈ പെണ്ണുങ്ങൾ മുകളിലും ആണുങ്ങൾ താഴെ. വാട്ട്? അല്ലെ, മുറികളുടെ കാര്യത്തില് അത് ശരിയാവില്ല, ഒട്ടും ശരിയാവില്ല. എന്താ കുഴപ്പം? ഇവിടെ ഞങ്ങള് വിവരവും വിദ്യാഭ്യാസമുള്ള ആളുകൾ ഒന്നിച്ചു കഴിയുന്ന എന്താ കുഴപ്പം? കുഴപ്പം ഇവിടെയല്ല, നിങ്ങൾക്കാ. അത് ഞാൻ വന്നപ്പോ തൊട്ടേ നോട്ട് ചെയ്യുന്നുണ്ട്. വയസ്സ് കുറെ ആയല്ലോ മുത്തച്ഛ, ഇനിയും വേണോ ഈ ഇളക്കം? ഇനി എന്തെങ്കിലും കുഴപ്പം കാണിച്ചു എന്നറിഞ്ഞ അന്ന് ഞാൻ ആക്ഷൻ എടുക്കും. കണ്ടോ? എന്താ മിസ്റ്റർ പാച്ചു? വരൂ വരൂ. എനിക്ക് താങ്കളോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? മിണ്ടരുത്, എനിക്ക് വട്ട. ഈ വിവരം ആരോടെങ്കിലും പറഞ്ഞാൽ പിന്നെ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തന്നുകൊണ്ടിരിക്കും. അതും ആരോടും പറയരുത്. എന്തിനാ അയാൾ വിളിച്ചോണ്ട് പോയത്? അയാളുടെ കെയർ ഓഫീസ് ഒന്നാമതൊരു പെണ്ണുണ്ട്, എനിക്ക് കൂടി അഡ്ജസ്റ്റ് ചെയ്യാന്ന് അയാൾ പറഞ്ഞു. എനിക്കും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരാവോ? അങ്ങോട്ട് തന്നെ നേരിട്ട് ചോദിച്ചു. വരൂ വരൂ. എന്താ, ഫൽഗുനിന് മാത്രം പോരാ, എനിക്കും കൂടി ഒന്ന് തരണം. തരാമല്ലോ, എന്റെ കയ്യിൽ അത് ഇഷ്ടം പോലെയുണ്ട്. വരൂ, നടക്കൂ. വരൂ. നീ അത് കണ്ടില്ലേ? കംപ്ലീറ്റ് കളേഴ്സ് അല്ലേ? കണ്ടിട്ട് എന്താ കാര്യം, നമ്മൾ ഈ ലഡാക്ക് കോലത്തിലായി പോയില്ലേ? എനിക്ക് അതിൽ ഒരെണ്ണത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടായി. നിനക്കതിൽ ഒരു പീസല്ലേ ഇഷ്ടമായുള്ളൂ? എനിക്ക് ഇതിനകത്തുള്ള സകല പീസിനെ ഇഷ്ടമായി. പക്ഷെ ഈ മുടിഞ്ഞ മോന്തം വെച്ചിട്ട് അങ്ങോട്ട് ചെല്ലേണ്ട താമസമുള്ള കയറി പ്രേമിക്കാൻ. എടാ, അതിന് ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. അവസാനം നമ്മൾ പെരുവഴിയാവല്ലേ? നീ പെരുവഴിയിലായാലും ഞാനാവില്ല. ചെല്ല് ചെല്ല് ചെല്ല്. ഈ പിറ്റേ മറന്നേനെ. എന്താ വലിയ തമാശയിലാണെന്ന് തോന്നുന്നുണ്ടല്ലോ? എനിക്കൂടി കേൾക്കാമോ?
അങ്കിളിന് കേൾക്കാൻ പറ്റിയ കാര്യമൊന്നും അല്ലത്. വേണ്ടല്ലോ, നിങ്ങൾ കൂടി കേൾക്കാൻ പറ്റിയ കാര്യം ഞാൻ പറയാം. എന്താ അങ്കിളെ? മീരാതല്ലേ പേര്? അതെ. സുന്ദരിയാട്ടോ. എനിക്ക് വലിയ ഇഷ്ടമായി. ഈ അങ്കിൾ ഇത് എന്തൊക്കെയാ പറയുന്നത്? കല്യാണ കാര്യം ഈ ക്യാമ്പിന് പുറത്തിറങ്ങിയാലുടൻ മീരയുമായിട്ടുള്ള കല്യാണം ഉടനങ്ങ് നടത്തിയാലോ എന്ന് ആലോചിക്കാൻ ഞാൻ. നോൺസെൻസ്. വയസ്സിലായിട്ട് പോകത്തിന് പറയുന്നു. ചൂടാവണ്ട. എനിക്ക് കല്യാണം കഴിക്കാനല്ല, എന്റെ മോന് വേണ്ടിയിട്ടാ. അങ്കിളിന്റെ മോൻ എവിടാ? നാട്ടിലാ. മെഡിസിന് പഠിച്ചോണ്ടിരിക്കുക അവൻ. ഈ വർഷം കഴിയുമ്പോ ഡോക്ടറാവും. സുന്ദരനാ കാണാൻ. എങ്കിലൊന്ന് വരാൻ പറയൂ, കാണാനോ. വരും വരും, അതിന് വഴിയുണ്ട്. അതിനു മുമ്പ് ഈ ഫോട്ടോ ഒന്ന് നോക്കിക്കോളൂ അവന്റെ. എവിടെ നോക്കൂ? നല്ല രസമുണ്ടെന്ന് ആളെ കാണാതിരിക്കുന്നില്ല. ഹായ്, കൊള്ളാലോ. നോക്കിക്കേ. പൂടി. എന്താ ഇഷ്ടായോ? അവൾക്ക് ഇഷ്ടായി അല്ലേടി? കുട്ടി ഒന്ന് വന്നേ. എന്റെ മരുമോളോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ചെല്ലടി. നിന്റെ ഫാദറിലെ ആവുന്ന ആളല്ലടി. ചെല്ലടി. ആ കൈ കുട്ടിയെ പോലൊരു പെൺകുട്ടിയെ എന്റെ ഭാര്യയായി കിട്ടിയ, അല്ല മരുമോളായി കിട്ടിയ ഞാൻ ഭാഗ്യവാനാ. വലിയ വീട്ടിലേക്ക് മരുമകളായി ചെല്ലുക എന്ന് പറഞ്ഞ എനിക്കല്ലേ ഭാഗ്യം? എങ്ങനെയുണ്ട് മിസ്റ്റർ ഡാനിയൽ, എന്റെ ഭാവി മരുമകൾ? സുന്ദരിയല്ലേ? നിനക്ക് രാജയോഗമാണടാ. നിനക്ക് വൃദ്ധയോഗം. വാ മോളെ, എന്റെ മോന്റെ ഹിസ്റ്ററി പറഞ്ഞു തരാം. മിസ്റ്റർ ഡാനിയേൽ. എന്തോ വരൂ ഡാനിയേൽ. അതെ, കല്യാണം കഴിക്കലെങ്കിൽ നമ്മുടെ സുന്ദരേശ്വരെ പോലെ വേണം. ഒന്നല്ല രണ്ടല്ല മൂന്നല്ലേ കെട്ടിയിരിക്കുന്നത്. ഈ മൂന്നെണ്ണത്തിലല്ലേ നിങ്ങൾ കണ്ടുള്ളൂ. കഴകനന്ദയിൽ ആട് വളർത്തു പോലെയല്ലേ എനിക്ക് ഭാര്യമാര്. ഓൾ ഓവർ ദി വേൾഡ് വൈറ്റ്സ് ആൻഡ് കുട്ടി. ഭാഗ്യവാനേ, ഇതിനൊക്കെ എങ്ങനെ ചെലവിന് കൊടുക്കും? രാജസ്ഥാൻ മരുഭൂമിയിലും എവറസ്റ്റ് കൊടുമുടിയിലും ആനകളെ പോലെ വളരുന്ന ആടുകൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ഡ്രാഫ്റ്റ് അയക്കുന്ന നിങ്ങളെ പോലുള്ളവരുള്ളപ്പോ ഈ സുന്ദരേശ്വരന്റെ കഷ്ടപ്പെടുന്നത് തന്നെ. ഞങ്ങൾ ഓപ്പൺ ആയിട്ട് മോഷിക്കുമ്പോ ഇയാള് കൂപ്പൺ അടിച്ച് മോഷിക്കുന്നു. മോഷണോ? ആര് മോഷിച്ചു? എന്താ മോഷിച്ചേ? മിസ്റ്റർ ഡാനിയൽ പറഞ്ഞത് സ്ത്രീകളുടെ മനസ്സ് മോഷ്ടിക്കുന്ന കാര്യമാണ്. ഹാർട്ട് പിന്നെ സ്ത്രീകളുടെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. നിങ്ങൾ ആരെങ്കിലും ഇവിടുത്തെ മലനിവാസികളുടെ നഗ്ന നൃത്തം കണ്ടിട്ടുണ്ടോ? ഇവിടെ അടുത്ത ഇത്തവണ അത് കാണാനാ ഞാൻ വന്നിട്ടുള്ളൂ. എപ്പോഴാ അത്? പൗർണമിയുടെ അന്ന് രാത്രി 12 മണിക്കാ നൃത്തം നടക്കുന്നത്. നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് പൗർണമി ഉണ്ടോ? ഉണ്ടല്ലോ, പക്ഷേ അന്ന് രാത്രി ആരറിയാതെ നമ്മൾ വെളിയിലാണ്. അയ്യോ, ആ വാച്ച്മാൻ വിടില്ലല്ലോ. വാച്ച്മാന്റെ എസ്കോട്ടോട് കൂടിയാണല്ലോ സ്വാമി നഗ്നനൃത്തം കാണാൻ പോകുന്നത്. മധുരയാണല്ലോ സ്വാമി, മധുര. എനിക്ക് പനി ഉണ്ടോ എന്നൊന്ന് നോക്കൂ. പനി. എന്റെ ഈശ്വര, ഈ ക്യാമ്പ് ഒരു വർഷത്തേക്ക് നീട്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ മൈക്കിൾ ജാക്കിനെ പോലെ അടിച്ചു പൊടിക്കാൻ. അതെ. ഹവായോ? നോ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. അച്ഛൻ വന്നിട്ടുണ്ട്. എവിടെ? ഹാളിലിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. മോളെ ഇരിക്കെ. അച്ഛൻ എപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. മോൾക്ക് സുഖാണോ? പരമസുഖം. അച്ഛനെവിടെ ഒറ്റയ്ക്ക്? ഒറ്റയ്ക്കോ? എനിക്ക് എന്റെ മണിക്കൂട്ടനല്ലേ. അവന് സുഖാണോ? പിന്നെന്താ അവന് സുഖത്തിനൊരു കുറവ്? കാര്യം കുതിരയാണെങ്കിലും സ്വന്തം മോനെ പോലെയല്ലേ നോക്കുന്നത്. ഇവിടെ ജോലിയൊക്കെ നല്ല രസാ. കുറെ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും. ഏതായാലും നിനക്കൊരു ജോലി കിട്ടിയല്ലോ, അത് മതി. എന്നാ ഞാൻ ഇറങ്ങട്ടെ മോളെ, പിന്നെ വരാം. ശരി അച്ഛാ.
എന്താ തമ്പുരാട്ടി? ഇപ്പൊ വന്നിട്ട് പോയത് അച്ഛൻ. അച്ഛൻ പിറന്നു അന്ന് തൊട്ട് സ്നേഹം കൊണ്ട് പൊതിഞ്ഞ ആളെ അച്ഛനെന്നല്ലേ വിളിക്കേണ്ടത്? അപ്പോ വളർത്തച്ഛനാ. പക്ഷേ എനിക്ക് അച്ഛൻ തന്നെയാ. അമ്മ, ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വാക്കാണത്. എന്നെങ്കിലും ഒരിക്കൽ നേരിട്ട് കാണുകയാണെങ്കിൽ മുഖത്ത് കാർക്കിച്ചു തുപ്പും ഞാൻ. ക്ഷേമേ? അതെ മേഡം. കോവിലകത്തിന്റെ മാനം കാക്കാൻ എനിക്കൊന്ന് വലിച്ചറിഞ്ഞില്ലേ? അവര് ദുഷ്ടയാ, ദുഷ്ട. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. വിഷമം കൊണ്ടാ. ഐ എം സോറി. ഇന്ന് ഞാൻ അവളെ തിരിച്ചറിഞ്ഞു. വർഷങ്ങളായി ഞാൻ അന്വേഷിക്കുന്ന എന്റെ മോളെ, ജന്മം നൽകിയിട്ടും ഒരിക്കൽ പോലും കാണാൻ പറ്റാതിരുന്ന എന്റെ മോളെ. എന്നിട്ടും അവൾ എനിക്ക് അന്യയാകുന്നു. അമ്മയെ വെറുക്കുന്ന അവളോട് ഞാൻ എങ്ങനെയാ അമ്മയാണെന്ന് പറയാ? എന്താ ഇത് വലിയ ശല്യമായല്ലോ? എന്തിനാ സങ്കടമാവുന്നേ? എന്റെ അമ്മ ചെറുപ്പത്തിലല്ലേ താരാട്ടുപാടി ഉറക്കുമായിരുന്നു. അമ്മ പോയി. എവിടെ പോയി? ചത്തുപോയുടെ പട്ടി. വെറുതെ അല്ല അവര് നേരത്തെ പോയത്. ഞാനോ? കത്തി വേണ്ടാവേ, അതിനു മുമ്പ് ഞാൻ ഈ വട്ടന എടുത്തോളാവേ. എടുത്തോളാം. ആ കറിക്ക. ഓമാന തിങ്കൾ കിടാവോ പാരിൽ പാടി ഞാൻ നിന്നെ ഉറക്കാം. ഇതൊരു കുരിശായല്ലോ. എന്തായി ഫൽഗുനൻ സാറേ? അണ്ണാക്ക് കൊള്ളുന്ന കാലത്താരിച്ച് ചമ്മന്തി ഉണ്ടാക്കാൻ ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? കൊന്നുകളയാൻ എന്നെ തൊടാൻ കിട്ടില്ല, എന്നെ തൊടാൻ കിട്ടില്ല. ഒട്ടകത്തെ കെട്ടിക്കോ, കിട്ടിയവനെ തട്ടിക്കോ. ഒട്ടകത്തെ കെട്ടിക്കോ. ഈ വരകളൊന്ന് വെളിയിൽ പോരുന്നത്.